ചെറിയ കുഞ്ഞുങ്ങളെ അമേരിക്കൻ പട്ടാളത്തിന്റെ ബോംബർ ബ്ലസ്റ്ററുകൾ പതിച്ചിട്ട് അമേരിക്കൻ പട്ടാളത്തിന്റെ അപ്പാശെ ഹെലികോപ്റ്ററുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന സ്ഫോടനങ്ങളിൽ എൻജറി പറ്റി, പരിക്കുപറ്റി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ആ ഹോസ്പിറ്റൽ തരംഗങ്ങൾക്കുമേൽ, ആ ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾക്കുമേൽ പോലും യാതൊരു ദയവുമില്ലാതെ, ദാക്ഷിണ്യമില്ലാതെ ക്രൂരതയുടെയും നിന്ദ്യതയുടെയും ഭീകരതയുടെയും ഭീവത്സതയുടെയും ഏറ്റവും വലിയ കടുത്ത അധ്യായമായി ലോക ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെടേണ്ട അമേരിക്കയും സഖ്യകക്ഷികളും പോരാട്ടം നടത്തി, അക്രമം നടത്തി, അരാജകത്വം സൃഷ്ടിച്ച് വർഷങ്ങളോളമെന്നല്ല 5000-ലേറെ കൊല്ലം പഴക്കമുണ്ടായിരുന്ന നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും വീട്ടില്യമായും പോറ്റില്യമായും വാഴ്ത്തപ്പെട്ട, നിങ്ങൾക്കറിയുമോ ലോകത്തിനെന്ന് സംസ്കാരം കിട്ടിയത് എവിടെന്നെയാണെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെയൊക്കെ പ്രപിതാവായി അറിയപ്പെടുന്ന വലിയ പ്രവാചകനാണ്. അവിടുന്നാണ് ലോകത്തിന് മുഴുവനും സംസ്കാരത്തിന്റെയും സംസ്കൃതിയുടെയും ബാലപാഠങ്ങളെയും സമവാക്യങ്ങളെയും പകർന്നു കൊടുത്തത്. ആ സംസ്കാരത്തിന്റെയും ബാലപാഠങ്ങളുടെയും ആദ്യാക്ഷരങ്ങൾക്ക് ജന്മം കൊണ്ട യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും സമീപഭാഗത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഇറാഖ് എന്ന് പറയുന്ന ബാഗ്ദാദ് എന്ന് പറഞ്ഞ 17-18 സെഞ്ചുറികളിലാണ് അമേരിക്കയുടെ ചരിത്രം ആരംഭിക്കുന്നത്. മുഅ്മിനീങ്ങളെ, ബാഗ്ദാദിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ 5000-ലേറെ വർഷം ബാഗ്ദാദിന്റെ ചരിത്രത്തിലുണ്ട്. സാക്ഷാൽ ബാഗ്ദാദിന്റെ അകത്തളങ്ങളിലേക്ക് AK-47 തോക്കുകളുമായി, കലോഷ്നിക്കോവിന്റെ തോക്കുകളുമായി കടന്നു എന്ന അമേരിക്കക്കാരന്റെ രാഷ്ട്രത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അമേരിക്കക്കാരന്റെ ചരിത്രം ആരംഭിക്കുന്നത് 18-17 സെഞ്ചുറികളിലാണ്. അതായത് അമേരിക്കക്കാരന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ റെഡ് ഇന്ത്യൻ തൊഴിലാളികളെ ചുട്ടരിച്ചു കൊന്നും അമേരിക്കയിലെ കാപ്പിരിച്ചി പെണ്ണുങ്ങളെ വ്യഭിചരിച്ചു കൊന്നുമാണ് അമേരിക്കയുടെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ ബാഗ്ദാദിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വിജ്ഞാനത്തിന്റെയും കവിതയുടെയും സംസ്കാരത്തിന്റെയും സുഹൃതങ്ങളുടെയും ധാർമ്മികതകളുടെയും പച്ചപ്പാണ് ബാഗ്ദാദ് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയുകയാണ്. ആ ബാഗ്ദാദിന്റെ അകത്തളത്തിലേക്ക് കടന്നുകയറ്റം നടത്തിയ, നരനായാട്ട് നടത്തിയ, മനുഷ്യർക്കോലം കഴിഞ്ഞ കാട്ടു ചെന്നായിക്കൾ ബാഗ്ദാദിന്റെ തലസ്ഥാന നഗരിയടക്കം നമ്മുടെയൊക്കെ കൽവിന്റെ അകത്തളങ്ങളിൽ ആത്മീയതയുടെ അത്യുന്നതമായ ആകർഷങ്ങളിലേക്കും സഫര്യകളിലേക്കും നമ്മളെ മാടി വിളിക്കുന്ന സുൽത്താനുൽ ആരിഫീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മറപ്പെട്ട് കിടക്കുന്ന ബാഗ്ദാദിലേക്ക് കടന്നുകയറ്റം നടത്തിയ അമേരിക്കൻ പട്ടാളത്തിനെതിരെ അരുതരുത്, മാനിസാസ, അത് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ ലോകത്തൊരു ശക്തിയും മുന്നോട്ട് വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഫലസ്തീനെ അറിയുമോ? എന്താണ് ഫലസ്തീൻ? യാസർ അറാഫാത്തിന്റെ ഫലസ്തീൻ അല്ല. മുസ്ലിമീങ്ങളുടെ മുഴുവനും ഖൽബിന്റെ അകത്തളങ്ങളിലുള്ള മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന മഹാത്മാക്കളായ പ്രവാചകന്മാരുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, ഇസ്ലാമിന്റെ മഹിതമായ അധ്യായങ്ങൾ പേറുന്ന ജെറുസലേം ഉൾപ്പെടുന്ന ഫലസ്തീൻ ഉണ്ടല്ലോ, ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളുടെയും മഹാന്മാരുടെയും പാദങ്ങളേറ്റ്, പാദസ്ഥലികളേറ്റ് പരിശുദ്ധമായ പരിഭാവനത്വം തുളുമ്പുന്ന ഫലസ്തീൻ. ആ ഫലസ്തീനിന്റെ ഇടനാഴികളിലേക്ക് സയനിസ്റ്റ് പട്ടാളമുണ്ടല്ലോ. അമേരിക്കന്റെ തെരുവുകളിൽ വേശ്യ പെണ്ണുങ്ങൾക്ക് ചാരസന്തതികളായി ഉണ്ടായ ആ ഇസ്രായേലി നരാധമന്മാർക്ക് ജനിക്കാനും അതുപോലെ അവർക്ക് ജീവിക്കാനും അമേരിക്കയുടെ ഒത്താശയോടെ ഉണ്ടാക്കിയെടുത്ത് പിടിച്ചടക്കിയ ആ ഫലസ്തീനിന്റെ അകത്തളത്തിലേക്ക് കടന്നുകയറ്റം നടത്തി അവിടെയുള്ള പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ കുഞ്ഞുമക്കളെയും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെയും നിർദാക്ഷിണ്യം വെടിവെച്ചുകൊന്നും അവരുടെ പാർപ്പിട സൗകര്യങ്ങളെ മുഴുവനും ഫുൾ ടൗസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയും അവിടെ നശീകരണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചുകൊണ്ട് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സയനിസ്റ്റ് പട്ടാളത്തിന്റെയും ഇസ്രായേലി നരാധമന്മാരുടെയും തേർവാഴ്ചകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അരുതരുത്, അവർ മനുഷ്യരാണ്, അവരെ കൊല്ലാൻ പാടില്ല, മാനിസാസ എന്ന് പറയാൻ ലോകത്തൊരു നേതാവും മുന്നോട്ട് വരുന്നില്ല. ലോകത്ത് 1-2 രാഷ്ട്രങ്ങൾ, ഹ്യൂഗോ ചാവേസിന്റെ വെനിസ്വേലയെ നമുക്ക് മാറ്റി നിർത്താം, അതല്ലെങ്കിൽ ഇറാനിലെ അഹമ്മദ് നജാദിനെ നമുക്ക് മാറ്റി നിർത്താം. എത്ര അറബ് രാഷ്ട്രങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ. എല്ലാവരും മൗനം പാലിച്ചു നിന്ന ചരിത്രമാണ് സമീപകാലം വരെ ഉണ്ടായതെങ്കിൽ ഈ അടുത്ത സമയത്തുണ്ടായ ഇസ്ലാമിക വിപ്ലവങ്ങളിലൂടെ
യുദ്ധങ്ങളിലൂടെയും അറബ് വസന്തങ്ങളിലൂടെയും ഉയർത്തെഴുന്നേറ്റ് വന്ന ധീരന്മാരായ ഭരണാധികാരികൾ, അതായത് ഈജിപ്തിന്റെ അടക്കമുള്ള ഭരണാധികാരികൾ രംഗത്ത് വന്നിട്ട് അവിടെ കയ്യേറ്റം നടത്താൻ പാടില്ലെന്ന് വളരെ കർക്കശമായിട്ടല്ലെങ്കിലും വളരെ പ്രത്യക്ഷമായ ഇടപെടലുകൾ നടത്തി എന്നത് തുത്യർഹമായ കാര്യമാണ്. നടത്തിയെങ്കിലും അവിടെ കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട പാവപ്പെട്ട ഫലസ്തീനി മക്കളുടെ രക്തത്തിന് ആ പ്രയോഗങ്ങളോ പ്രഖ്യാപനങ്ങളോ വിലമതിക്കാനാകാത്തതാണ്, ഒരിക്കലും പകരം നൽകാൻ കഴിയാത്തതാണ്. അതുപോലെ നിങ്ങളറിയുമോ, അഫ്ഗാനിസ്ഥാൻ ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ ഉയർത്തി കാട്ടിയിട്ട് അഫ്ഗാനിന്റെ മലമടക്കുകളിലേക്ക് അട്ടിക്ക് വകയില്ലാത്ത പട്ടിണിക്കാരായി കഴിഞ്ഞുകൂടുന്ന പാവങ്ങളുടെ അടുത്തലേക്ക് ബോംബ് ബ്ലാസ്റ്ററുകൾ ഉപയോഗിച്ച്, ബങ്കർ ബ്ലാസ്റ്ററുകൾ ഉപയോഗിച്ച്, ടോമോഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് അവിടെ 10,000-കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കി കളഞ്ഞു അമേരിക്കക്കാരൻ. അതുപോലെ ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള ഇസ്രായേൽ അടക്കമുള്ള ആളുകൾ കൂട്ടുനിന്ന് കൊന്നുകളഞ്ഞു. പക്ഷേ ഈ കൊലക്കളങ്ങളും കൊലനായാട്ടുകളും നരനായാട്ടുകളും നാടിന്റെ നാനാഭാഗങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ മാനിഷാദ അത് ചെയ്യാൻ പാടില്ല. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമഘാം യത്ക്രൗഞ്ച മിഥുനാദേഗമവതി കാമമോഹിതം. അരുതു കാട്ടാളെ കൊല്ലരുത്. ആ ക്രൗഞ്ചി പക്ഷിയിൽ കാമമോഹിതനായ ആൺപക്ഷിയെ കൊല്ലാൻ പാടില്ലെന്ന് സരയൂ നദീതീരത്ത് ഏകാഗ്രനായി തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ആദിമകവി വാൽമീകിയുടെ മാനസാന്തരങ്ങൾ നിർഗളിച്ചു വന്ന രാമായണത്തിന്റെ ആദ്യ വരികൾ ലോകത്ത് മാനിഷാദ എന്ന പ്രഖ്യാപനം ഉയർത്തുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അറിയുമോ നിങ്ങൾക്ക്, പ്രതിസന്ധി നിർഭരമായ പ്രശ്നകലുഷിതമായ ആധുനാധുനിക ലോകത്തിൽ പരിഹാരത്തിന്റെ പറുദീസ വരിക്കാൻ ആരാണ് കടന്നു വരുന്നത്? കൊല്ല ചെയ്യപ്പെടുകയും അരുതായ്മകൾക്കെതിരെ അത് തെറ്റാണ്, പാടില്ല എന്ന് പ്രഖ്യാപനം നടത്താൻ ആരാണ് മുന്നോട്ട് വരുന്നത്? ഒരു ഉറുമ്പിന്റെ ജീവനെ പോലും അന്യായമായി കൊല്ലാൻ പാടില്ലെന്ന് പ്രഖ്യാപിക്കാൻ ലോകത്ത്